നമസ്തേ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. മൗനമാണ് മഹാമൗനം. ബംഗ്ലാദേശിൽ ഹൈന്ദവർക്ക് നേരെ തുടരുന്നു തീക്കളി. ആയിരങ്ങൾ കന്നമൂട്ടുന്ന ഇസ്കോണിനോടും അറുതിയില്ലാത്ത അതിക്രമം. മുഹമ്മദ് യൂനുസ് സർക്കാരിന്റെ ഹൈന്ദവ വേട്ടയിൽ ആളിക്കത്തുകയാണ് പ്രതിഷേധം. ലോകവ്യാപകമായി പ്രതിഷേധം ഉയരുമ്പോഴും ഭാരതത്തിലെ ഇന്ത്യ നേതാക്കൾക്ക് മിണ്ടാട്ടമില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ക്ഷേത്രങ്ങൾ കയറിയിറങ്ങുന്ന രാഹുൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അനക്കമില്ല. പലസ്തീനിൽ കണ്ണീർ വീഴ്ത്തിയ കേരള മുഖ്യമന്ത്രിക്ക് എന്തേ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ മൗനം? കണ്ടിട്ടും കാണാതെ, കണ്ടില്ലെന്ന് നടിച്ച് മൗനം, മഹാമൗനം. ജനം സൺഡേ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മനുഷ്യരല്ലേ ബംഗ്ലാദേശിലുള്ളത്? നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത് സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, കോൺഗ്രസ് വക്താവ് പ്രൊഫസർ റോണി കെ ബേബി, LDF വക്താവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും മാന്യ അതിഥികൾക്കും സ്വാഗതം. നേരെ പ്രൊഫസർ റോണി കെ ബേബിയിലേക്ക്. സാർ, എന്താണ് ബംഗ്ലാദേശിൽ വോട്ട് ബാങ്ക് ഇല്ലാത്തത് കൊണ്ടാണോ? ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമല്ലേ? ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന കോൺഗ്രസ് എവിടെ? ഇന്ത്യ മുന്നണി എവിടെ? സാർ, ഏതൊക്കെയാലും പ്രദീപിന്റെ ഇൻട്രോ പിന്നെ വളരെ ഗംഭീരമായിരിക്കുന്നു. മൗനം മഹാമൗനം എന്നൊക്കെ അങ്ങ് ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. അങ്ങ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ കഴിഞ്ഞ 1-2 മാസമായി അങ്ങ് ഒന്ന് ശ്രദ്ധിക്കാത്തതാണോ അതോ അങ്ങ് സൗകര്യപൂർവ്വം അത് മറന്നുപോയതാണോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യ ഗവൺമെന്റ് എത്ര ശക്തമായി ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് എതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അതിനൊപ്പം തന്നെ ഉള്ള പ്രതിഷേധം അതിശക്തമായിട്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ശ്രീ രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, അല്ലെ കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം നേതാക്കളായിട്ടുള്ള പവൻ ഖേര ആയിക്കോട്ടെ, ജയറാം രമേശ് ആയിക്കോട്ടെ, സൽമാൻ ഖുർഷിദ് ആയിക്കോട്ടെ. ഏറ്റവും അവസാനം 3 ദിവസം മുമ്പാണ് പവൻ ഖേര അതിശക്തമായ ഭാഷയിൽ ഈ നമ്മുടെ ഈയിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ചിന്മയി കൃഷ്ണദാസിന്റെ അറസ്റ്റിനെതിരെ അതിശക്തമായ പ്രതികരണം രേഖപ്പെടുത്തിയത്. തൊട്ടടുത്ത നിമിഷം തന്നെ എന്ത് ചെയ്തു? മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം, കോൺഗ്രസിന്റെ ആ പരാമർശങ്ങൾ കടമെടുത്തുകൊണ്ട് അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലും വന്നിരിക്കുന്നത്. എ സീരിയസ് കൺസേൺ, ഡീപ്ലി സീരിയസ് കൺസേൺ. അതാണ് കോൺഗ്രസ്. അതുപോലെ തന്നെ അങ്ങേക്കറിയാം, ഓഗസ്റ്റ് മാസം 6-ാം തീയതി ബംഗ്ലാദേശില് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ കോൺഗ്രസിന്റെ ആവശ്യത്തെ തുടർന്നാണ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. അതിന് ആധാരമായത് ഓഗസ്റ്റ് 5-ാം തീയതി പാർലമെന്റിൽ വെച്ച ശ്രീ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വിദേശകാര്യ മന്ത്രി നേരിട്ട് അദ്ദേഹത്തെ കണ്ടുകൊണ്ട്, ജയശങ്കറെ നേരിട്ട് കണ്ടുകൊണ്ട് ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ ഉന്നയിക്കുകയും അവർ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇൻഫോർമൽ ആയിട്ട് ചർച്ചയാണ് ശ്രീ രാഹുൽ ഗാന്ധിയും ജയശങ്കറുമായി നടത്തിയ ചർച്ച. തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 6-ാം തീയതി തന്നെ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു. അതിനകത്ത് അമിത്ഷായെ, ജയശങ്കർ, അതുപോലെ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള മുതിർന്ന മന്ത്രിമാർ പങ്കെടുത്തു. ആ സർവകക്ഷി യോഗത്തില് കോൺഗ്രസ് സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും, ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ നടത്തുന്ന എല്ലാ ഇടപെടലുകൾക്കും ശക്തമായ പിന്തുണ കോൺഗ്രസ് നൽകുകയുണ്ടായി, മറ്റു പ്രതിപക്ഷ പാർട്ടികൾ നൽകുകയുണ്ടായി. അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജയശങ്കർ എക്സില് കുറിച്ച സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും സമൂഹ മാധ്യമത്തിലുണ്ട്. അങ്ങേക്ക് അത് റെഫർ ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്നത് യുനാനിമസ് സപ്പോർട്ട് ബൈ ദ ഓപ്പോസിഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. യുനാനിമസ്, ഏകകണ്ഠമായി പ്രതിപക്ഷം നൽകിയ ആ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു. ആ യോഗത്തിൽ വെച്ച് രാഹുൽ ഗാന്ധി വളരെ ഗൗരവമായി ചില വിഷയങ്ങൾ അവിടെ ചൂണ്ടിക്കാട്ടിയുണ്ടായി. ഈ ബംഗ്ലാദേശിലെ ഉള്ള വിഷയത്തില് അവിടെ പാകിസ്ഥാന്റെ ഇടപെടലുണ്ടോ, ഇടപെടൽ ഉണ്ടെങ്കിൽ അതിനെ അതിശക്തമായി വിമർശിക്കണം, അതിശക്തമായി എതിർക്കണം. കേന്ദ്ര ഗവൺമെന്റ് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി ആ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു സംശയം വേണ്ട. പിന്നെ മൗനമോ മഹാമൗനമോ എത്ര ക്യാപ്ഷൻസ് നിങ്ങൾ ഉപയോഗിച്ചാലും ശരി, വളരെ കൃത്യമായി തന്നെ അങ്ങേക്ക് റെഫർ ചെയ്യാം. വളരെ കൃത്യമായി തന്നെ അന്തർദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ നിലപാട്, എക്കണോമിക് ടൈംസ്, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ നോക്കുകയായിരുന്നു, എക്കണോമിക് ടൈംസ് പോലെയുള്ള വലിയ ദിനപത്രങ്ങൾ ഒക്കെ കോൺഗ്രസിന്റെ നിലപാടിനെ ശക്തമായി, കാരണം അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. കാരണം പക്ഷെ ഞങ്ങൾക്കറിയാം അത് ഒരു വിദേശ രാജ്യമാണ്. റോണി കെ ബേബി, ഒറ്റ കാര്യം, ഹിന്ദു എന്ന് പറയാൻ, ഹിന്ദു എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ എന്താണ് ഇത്ര മടി? അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ PM സുരേഷ് ബാബു, നമസ്തേ. ഒറ്റ കാര്യം, ഇപ്പൊ കഴിഞ്ഞ ദിവസം
ഏറ്റവും രസകരമായി തോന്നിയ സ്റ്റേറ്റ്മെൻറ്റ്, അധികം ആളൊന്നുമില്ല എന്നുള്ളത് സമ്മതിക്കുമ്പോഴും ഒരു ദേശീയ പാർട്ടി തന്നെയാണല്ലോ CPI. ഇടതുമുന്നണിയുടെ ഒരു വക്താവ് എന്നുള്ള നിലയിലാണ് അങ്ങയോട് ചോദിക്കുന്നത്. CPI ഒരു പ്രമേയം പാസാക്കി. അവരുടെ വിഷമം, അവരുടെ ആശങ്ക ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ വേട്ടയാടുന്നതല്ല, ഇസ്കോൺ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നതല്ല, അന്നമൂട്ടുന്ന കൈകൾ തച്ചുടയ്ക്കുന്നതല്ല. അവരുടെ കൺസേൺ, ആശങ്ക, ഈ സാഹചര്യം BJP മതധ്രുവീകരണത്തിന്, രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാതെ നോക്കണം എന്നാണ്. 4, 3, 7 വോട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ അത്രയും സീറ്റായിക്കോട്ടെ, ഒരു ദേശീയ കക്ഷിയെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ, കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായ CPIയുടെ ആശങ്ക, എങ്ങാനും BJP അവിടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുമോ എന്നുള്ളതാണ്. ഇതിൽ ആത്മാർത്ഥതയുണ്ടോ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു? ഒരു DNA എന്നല്ലേ പറയുന്നത്, ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നില്ലേ? ഇപ്പോൾ അവസാനിപ്പിച്ച വാചകം ഒരു കാലഹരണപ്പെട്ടുപോയ ഒരു രാഷ്ട്രീയ സംഹിത മാത്രമാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ 1947 വിഭജിക്കപ്പെട്ടതോടുകൂടി മറ്റൊരു രാഷ്ട്രമായി അത് രൂപപ്പെട്ട് ലോക ഭൂപടത്തിൽ ഒരു പുതിയ രാഷ്ട്രം എന്നുള്ള നിലയിൽ ഇന്ത്യയും പാകിസ്ഥാനും അവതരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഇന്ത്യയുടെ കൂടി സഹായത്തോടു കൂടി പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നത്തിൻ്റെ ഭാഗമായി പാകിസ്ഥാനും ബംഗ്ലാദേശുമായി രൂപപ്പെട്ടു എന്നൊക്കെ ചരിത്ര വസ്തുതകളാണ്. ഞാനതിവിടെ ആവർത്തിക്കേണ്ടുന്ന കാര്യമില്ല. അവിടെ ഈ പറയുന്ന നമ്മുടെ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് അവിടെ ജീവിക്കുന്ന ഹിന്ദുക്കളാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മത സംഹിതയുടെ ഭാഗമായി നമ്മൾ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിനകത്ത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെതായ പ്രത്യേക ഭരണകൂടം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മറ്റിതര മതങ്ങൾക്ക് സംരക്ഷണം കിട്ടണം എന്ന പൊതു സമീപനമാണ് ഇന്ത്യ രാജ്യം കാലാകാലമായി എടുത്തുകൊണ്ടിരുന്നത്. അത് ഹിന്ദുവായാലും, ബംഗ്ലാദേശിലെ ഹിന്ദുവായാലും, പലസ്തീനിലെ ഹമാസിൽപ്പെട്ട മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളായാലും, എവിടെയൊക്കെ ആരൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അത് അവസാനിപ്പിക്കണമെന്ന് രാഷ്ട്രാന്തര തലത്തിൽ ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള വേദികളിലേക്ക് നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതൊരു വസ്തുത മാത്രമാണ്. അതൊരു ഗവൺമെൻറ്റിൻ്റെയും കൂടി ഉത്തരവാദിത്വവും ഭാഗവുമാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യ ഗവൺമെൻറ് നിർവഹിക്കുന്നില്ല എന്ന ആക്ഷേപം എനിക്കില്ല. ഇന്ത്യ ഗവൺമെൻറ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുകയും അവരുടെ ജീവൻ അപകടത്തിലാവുകയും ചെയ്യരുതെന്ന് രാജ്യാന്തര തലത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളുണ്ട്. ഇവിടുത്തെ ശ്രീ റോണി പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം സമീപനങ്ങൾ ഉണ്ടായി എന്നത് സമ്മതിക്കുകയുമാണ്. പാർലമെൻറ്റിനകത്ത് നടന്നിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ അകത്തല്ല, പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട സമിതികളിലൊക്കെ അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇന്ത്യൻ പാർലമെൻറ്റ് ഇപ്പോൾ സമ്മേളിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യ മുന്നണി ഒരു അടിയന്തര പ്രമേയത്തിൻ്റെയോ ശ്രദ്ധ ക്ഷണിക്കലിൻ്റെയോ ഭാഗമായി ആ കാര്യം ഉന്നയിക്കാത്തത് എന്നത് എന്നെ കൂടി അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അത് മാത്രവുമല്ല, അതിനപ്പുറത്തേക്ക് പോയാൽ നാം ഈ രാജ്യത്ത് ഈ മറ്റിതര രാജ്യത്തിൽപ്പെട്ട ഇസ്രായേൽ പോലെ പലസ്തീൻ പോലെയുള്ള സമൂഹത്തിൻ്റെ അകത്ത് മതന്യൂനപക്ഷങ്ങൾ ധ്യാനിക്കപ്പെടുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ പൊതുവേദികളിൽ രംഗത്ത് പൊതു റോട്ടിൽ പ്രക്ഷോഭത്തിൻ്റെ മാർഗം സ്വീകരിച്ച് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി ലോകശ്രദ്ധ ഈ കാര്യത്തിൽ ലോകത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ കൂടെ ഇന്ത്യയിലെ സമൂഹമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി മാത്രമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ഉണ്ടായിട്ടുള്ളത്. മറിച്ച് അത് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായ പ്രക്ഷോഭ പരിപാടികൾ കൂടി ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതാണ്.
എന്ന് തന്നെയാണ് ഖണ്ഡിതമായ സുവിന്ദിതമായ എൻ്റെ അഭിപ്രായം. പിന്നെ CPI എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാടുകൾ, ആ നിലപാടിനെക്കുറിച്ച് പറയാൻ ഞാൻ ശക്തനല്ല. കാരണം അതൊരു പാർട്ടിയുടെ മാത്രമായ നിലപാടാണ്. മറിച്ച് ഇന്ത്യ മുന്നണി ആണ് ആ തീരുമാനമെടുത്തതെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്കും കഴിയുമായിരുന്നു. മറ്റേത് ആ പാർട്ടിയുടെ അഭിപ്രായമാണ്. ആ പാർട്ടി മറ്റു തരത്തിൽ അവിടുത്തെ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ ആളുകളുടെ വേദനയിൽ പങ്കാളികളാകാതെ, ആ വേദനയിൽ ഏതെങ്കിലും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മുതലെടുപ്പാകരുത് എന്ന് വ്യാകുലപ്പെടുന്നത് ഒരു ഉചിതമായ സമീപനമായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ എങ്കിലും അതിനെക്കുറിച്ച് ഖണ്ഡിതമായ ഒരു അഭിപ്രായം പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിയായ കീഴ്വഴക്കമല്ല എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ സമൂഹത്തിനോടുള്ള ഒരു പീഡന മനോഭാവങ്ങളും പീഡനങ്ങളെയും ഇന്ത്യ രാജ്യത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ചർച്ചാ വിഷയമാക്കത്തക്ക വിധത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഇന്ത്യ മുന്നണി വരേണ്ടതാണ് എന്ന അഭിപ്രായം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ശ്രീ സുരേഷ് ബാബു, അങ്ങിലേക്ക് മടങ്ങി വരാം. പ്രൊഫസർ റോണി കെ ബേബി, ഇപ്പോൾ ശ്രീ സുരേഷ് ബാബു പറഞ്ഞതും ഇവിടെ നിന്നും പലസ്തീനിലേക്ക് പോയി. നോക്കൂ, ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിലേക്ക് ഇരുളിൻ്റെ മറവ് പറ്റി ഒരു സംഘം തീവ്രവാദികൾ കടന്നു കയറുന്നു. അവിടെ അക്രമം അഴിച്ചുവിടുന്നു. അവിടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടക്കം വേട്ടയാടുന്നു. അവിടെ നിരത്തി കൂട്ടക്കൊല നടത്തുന്നു. സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്നു, മാനഭംഗം ചെയ്യുന്നു, ബന്ദികളാക്കുന്നു. ഇതേ തുടർന്ന് സ്വാഭാവികമായും ഏത് സ്വാഭിമാനമുള്ള രാഷ്ട്രവും ചെയ്യുന്നത് പോലെ തന്നെ ഇസ്രായേൽ തിരിച്ചടിച്ചു. ഈ തീവ്രവാദ ആക്രമണങ്ങളെ അപ്പാടെ മറന്നിട്ട് പലസ്തീൻ എന്നും ഗാസ എന്നും നിലവിളിച്ച ആ ശബ്ദം, ആ മുഴക്കം, ആ പ്രക്ഷോഭം, ആ റാലികൾ എവിടെ പ്രൊഫസർ റോണി കെ ബേബി? അതോ വാചക കസർത്ത് മാത്രം മതിയോ? അതും വളരെ പൊതിഞ്ഞ് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ് ഹിന്ദു എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഗാസയിൽ വീണ കണ്ണീർ, പലസ്തീനെ ചൊല്ലി ഒഴുക്കിയ കണ്ണീർ, ഒരിക്കൽ കൂടി ഓർക്കുക, പലസ്തീനെതിരെ ആയിരുന്നില്ല ആക്രമണം. ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനത്തിന് നേരെ, ഭീകരവാദ സംഘത്തിന് നേരെയായിരുന്നു തിരിച്ചടി. ആക്രമണവുമല്ല, ഭീകരവാദത്തിനുള്ള തിരിച്ചടി. പ്രൊഫസർ റോണി കെ ബേബി, കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് പരിശോധിച്ചാൽ, കാരണം ഞാൻ കോൺഗ്രസിന്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ഞങ്ങള് തീവ്രവാദത്തെ, അത് ഭൂരിപക്ഷ തീവ്രവാദമാണെങ്കിലും ശരി, ന്യൂനപക്ഷ തീവ്രവാദമാണെങ്കിലും ശരി, അതിനെ അതിശക്തമായ ഭാഷയിൽ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്, ഉപലപിച്ചിട്ടുണ്ട്. കാരണം അത് അവിടെ ഇസ്രായേൽ നടന്ന തീവ്രവാദ ആക്രമണ പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇസ്രായേൽ തിരിച്ച് ഈ പറയുന്ന ഹമാസിന് എതിരെ നടത്തിയ ആക്രമണമാണെങ്കിലും ശരി, അതിന്റെ പേരിൽ നിരപരാധികൾ, ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ കൃത്യമാണ്. കാരണം അവിടെ ഒരു നിരപരാധിയുടെ പോലും കണ്ണീരോ അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടാനായിട്ട് പാടില്ല. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ അത് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചില അജണ്ടകളുടെയൊക്കെ ഭാഗമായി മാറുക. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വിഷയത്തിന് അങ്ങ് ചോദിച്ച ചോദ്യം, കാരണം അവിടെ ഹിന്ദുക്കൾ മാത്രമല്ല വേട്ടയാടപ്പെടുന്നത്, അവിടുത്തെ മതന്യൂനപക്ഷങ്ങള് എല്ലാവരെയും കൃത്യമായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുക. അവിടെ ഹിന്ദുമത വിശ്വാസികളുണ്ട്. കാരണം അവിടുത്തെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷം ഹിന്ദുമത വിശ്വാസികളായതുകൊണ്ട് അവർക്കെതിരെയുള്ള ആക്രമണം കൂടുതലാണ്. അപ്പോൾ ഹിന്ദുമത വിശ്വാസികൾക്കൊപ്പം ക്രിസ്തീയ മതവിശ്വാസികൾക്കെതിരെ, അതുപോലെ ബുദ്ധമത വിശ്വാസികൾക്കെതിരെ, അതുപോലെ തന്നെ നമുക്കറിയാം ഭൂരിപക്ഷ ഇസ്ലാം മത വിശ്വാസത്തെ അംഗീകരിക്കാത്ത ന്യൂനപക്ഷ ഇസ്ലാമിക വിശ്വാസികൾ അവിടെയുണ്ട്. ആ വിഭാഗങ്ങളെയും അവിടെ അടിച്ചമർത്തപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള എല്ലാതര മതന്യൂനപക്ഷങ്ങളും ഇപ്പൊ നമുക്കറിയാം. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ചിന്മയ് കൃഷ്ണദാസ്, അദ്ദേഹം സംവിധോ സനാഹദിനി ജഹോദർ ജാഥെ എന്ന് പറയുന്ന ഒരു അംബ്രല്ല ഓർഗനൈസേഷന്റെ വക്താവാണ്. ആ അംബ്രല്ല ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ ബംഗ്ലാദേശിലുള്ള മുഴുവൻ മതന്യൂനപക്ഷങ്ങളുമുണ്ട്. ഇതിനകത്ത് ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ബുദ്ധമത വിശ്വാസികളുണ്ട്, അഹമ്മദീയരുണ്ട്, മറ്റ് നിരവധിയായിട്ടുള്ള മുസ്ലിം മൈനോറിറ്റി വിഭാഗങ്ങളുണ്ട്. അങ്ങനെയുള്ള എല്ലാത്തരമുള്ള മൈനോറിറ്റി വിഭാഗങ്ങളുടെയും ഔദ്യോഗിക സംഘടനയുടെ പൊതുവേദിയുടെ വക്താവാണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായി തന്നെ പറയുന്നത് അവിടെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾ അവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ, കാരണം അതിനെ അതിശക്തമായ ഭാഷയിൽ എന്തൊക്കെ ഗവൺമെന്റ് ചെയ്യാമോ അതെല്ലാം അവിടുത്തെ ആ ഭരണകൂടം ചെയ്യണം. കാരണം 71 നമ്മുടെ മുമ്പിലുണ്ട്. 1971 എങ്ങനെയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി എന്ന് വളരെ കൃത്യമായി തന്നെ ഞാൻ ഇപ്പോൾ വളരെ നന്ദിയോടുകൂടി തന്നെ ഞാൻ ഓർക്കുക. അന്ന് പ്രതിപക്ഷ നേതാവ് അടൽ ബിഹാരി വാജ്പേയി ഒക്കെ അന്ന് ഇന്ദിരാഗാന്ധിക്ക് നൽകിയ പിന്തുണ, കോൺഗ്രസ് നൽകിയ പിന്തുണ, കാരണം നമ്മൾ അവിടെ ഇടപെട്ടു. ഒരു നിമിഷം പ്രൊഫസർ റോണി കെ ബേബി, അവിടെ വളരെ കൃത്യമായ ഒരു പോയിന്റാണ് അങ്ങ് പറഞ്ഞത്. അടൽ ബിഹാരി വാജ്പേയി
ഇന്ദിരാഗാന്ധിക്ക് അന്നത്തെ കോൺഗ്രസിന് നൽകിയ പിന്തുണ അങ്ങ് പറഞ്ഞ വാക്കുകളാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതാണ്, ചരിത്രത്തിൽ മുഴങ്ങിക്കേട്ട വാക്കുകളാണ് അടൽ ബിഹാരി വാജ്പേയിജിയുടേത് ഐക്യരാഷ്ട്ര സംഘടനയിൽ. ഇന്നലെ കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്ത് തൊട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം താങ്കളുടെ നേതാവ് രാഹുൽ വിദേശ രാജ്യങ്ങളിൽ പോയി ചെയ്തത് എന്താണ്? താങ്കളുടെ നേതാവ് രാഹുൽ യൂറോപ്പിലും US-ലും സന്ദർശനം നടത്തിയപ്പോൾ അവിടെ സംസാരിച്ചത് എന്താണ്? അവിടെ സംസാരിച്ചത് ഭാരത സർക്കാരിനെതിരാണ്. അവിടെ സംസാരിച്ചത് ഇവിടെ 4 വോട്ട് കിട്ടാനായി ഭാരത സർക്കാരിനെതിരായിട്ടാണ്. ആ പാരമ്പര്യം, ആ സംസ്കാരം, ആ പിന്തുടർച്ച എന്തുകൊണ്ട്? അതല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് അടൽ ബിഹാരി വാജ്പേയി നൽകിയെന്ന് പറയുന്ന പിന്തുണ ഭാരത സർക്കാരിന് നൽകാൻ, ഭാരതത്തിന് നൽകാൻ ഇന്നത്തെ നേതൃത്വത്തിന് കഴിയുന്നില്ലെന്ന് മാത്രമല്ല, വിധ്വംസക ശക്തികളുമായി, ഞാൻ ഒന്നൊന്നായി പേരെടുത്ത് പറയുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്ന ഒരുപാട് സംഘങ്ങൾ, ഒരുപാട് കോടീശ്വരന്മാർ പണം മുടക്കുന്നുണ്ട്, പണം വാരിയെറിയുന്നുണ്ട്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ വരെ സ്വാധീനിക്കാൻ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. അന്വേഷണങ്ങൾ നടക്കുകയാണ്. വിദേശ ഫണ്ടിങ്ങിൻ്റെ കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞ് നടത്തിയ ആ പ്രഹസനത്തിൻ്റെ പേരിൽ ഭാരതത്തെ വെട്ടിമുറിക്കാൻ വലിയ സെമിനാറുകൾ നടത്തി. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് എന്താണ്? 4 ലക്ഷത്തോളം രൂപ, 4 ലക്ഷത്തോളം ഡോളർ കാനഡയിൽ നിന്ന് സ്വീകരിച്ചത് വിദേശകാര്യ മന്ത്രാലയം അറിയാതെ, യാതൊരു ക്ലിയറൻസും ഇല്ലാതെ വിദേശ പണം കൈപ്പറ്റി രാഷ്ട്രത്തിനകത്ത് രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുകയും രാഷ്ട്രത്തിന് പുറത്തു പോയി രാഷ്ട്രവിരുദ്ധമായ ശക്തികളോടൊപ്പം ചേർന്ന് ഭാരത സർക്കാരിനെതിരെ. എന്താണ് കാരണം? തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ വൈരാഗ്യം, അതല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള കുറുക്കുവഴി. അങ്ങ് അതേക്കുറിച്ച് കൂടി പറയണം പ്രൊഫസർ റോണി കെ ബേബി. ശരി പ്രദീപ്, ഞാൻ പോസിറ്റീവായി പറഞ്ഞൊരു കാര്യത്തെ അങ്ങ് വിഷയത്തിൽ നിന്നും വ്യതിചലിച്ച് മാറ്റി. കാരണം രാജ്യം നേരിടുന്ന വിഷയങ്ങൾ, കാരണം നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മോദി സർക്കാരിനെ കണ്ണടച്ച് പിന്തുണയ്ക്കാനുള്ള ഉത്തരവാദിത്വം, ബാധ്യത പ്രതിപക്ഷത്തിനല്ല. അതിനുവേണ്ടിയല്ല ഈ രാജ്യത്തെ ജനങ്ങൾ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ ഞങ്ങളെയും വോട്ട് ചെയ്ത് 100 MP ലോക്സഭയിലേക്ക് അയച്ചിരിക്കുന്നത്. ഗവൺമെന്റിന് ആവശ്യമായ ഘട്ടങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ഇത് ഞാൻ വായിക്കാം. ജയശങ്കർ, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ, അദ്ദേഹം എക്സിൽ കുറിച്ച വാദം ഞാൻ വായിക്കാം. അപ്രീഷിയേറ്റ് ദ യുനാനിമസ് സപ്പോർട്ട് is given and the understanding given by International Congress and opposition parties that was extended to this issue. പറഞ്ഞതാരാ? ജയശങ്കർ. കാരണം എന്താ? ഈ ബംഗ്ലാദേശിന്റെ വിഷയത്തില് ഞങ്ങൾ അങ്ങനെയുള്ള പോസിറ്റീവ് വിഷയങ്ങളില് ഈ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങള്, അത് വിദേശ രാജ്യത്തിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഉൾപ്പെടെ ഉള്ള വിഷയങ്ങൾ നിങ്ങൾ നേരിടുമ്പോൾ ഞങ്ങൾ ഇതിനകത്ത് കൃത്യമായി നിലപാടെടുക്കും. അല്ലാതെ നിങ്ങൾ മോദി സർക്കാരും ഈ പറയുന്ന അദാനിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതിനെ അന്ധമായി പിന്തുണയ്ക്കുവാനോ, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി അദാനി നടത്തിയ കള്ളക്കച്ചവടത്തിന് മോദി സർക്കാരിനെ പിന്തുണയ്ക്കുവാനോ നിങ്ങളുടെ ജനാധിപത്യ വിരുദ്ധമായ നടപടികൾക്ക് ചോദിക്കട്ടെ. ഇവിടെ ഈ ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾ വേട്ടാടപ്പെടുന്നത് പോലെ തന്നെയാണല്ലോ ഈ ഇന്ത്യ മഹാരാജ്യത്ത് മണിപ്പൂർ എന്ന പ്രദേശമുണ്ടല്ലോ. ഈ മണിപ്പൂരിനെ കുറിച്ച് ജനൻ കേവി ഏതൊരു ചർച്ച നടത്തിയിട്ടുണ്ടോ? ഈ ബംഗ്ലാദേശിൽ എങ്ങനെയാണോ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നത്, അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ മണിപ്പൂരിൽ. ഇതാണ് എന്താ മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നത് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ പറഞ്ഞത്? പ്രൊഫസർ റോണി കെ ബേബി, മണിപ്പൂർ നമുക്ക് ചർച്ച ചെയ്യാം മറ്റൊരു വേദിയിൽ. മണിപ്പൂരിൽ എന്താണ് നടന്നതെന്ന് അറിയാതെ ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയരുത്. ഇവിടെ ഇരുന്ന് അന്ധനാനയെ കണ്ട പോലെ മണിപ്പൂരിനെ കുറിച്ച് അങ്ങ് സംസാരിക്കണ്ട. മണിപ്പൂർ വേണമെങ്കിൽ മണിപ്പൂരിൽ പോയിട്ടുള്ളവരെ കൊണ്ടിരുത്തി നമുക്ക് സംസാരിക്കാം. ചങ്കൂറ്റമുണ്ടോ അങ്ങേക്ക്? ചങ്കൂറ്റമുണ്ടോ അങ്ങേക്ക്? നമുക്ക് ഇരിക്കാൻ സംസാരിക്കാം. അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ സുരേഷ് ബാബു, മണിപ്പൂരിനെ കുറിച്ചല്ല ചർച്ച. മണിപ്പൂരിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു ഭയവുമില്ല. പക്ഷെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി എന്താണ് മണിപ്പൂരിൽ നടന്നത്? ഗോത്രങ്ങൾ തമ്മിലുള്ള പരമ്പരാഗത വൈരമടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. നിങ്ങളൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും BJP സർക്കാർ, BJP മണിപ്പൂരിൽ ന്യൂനപക്ഷ വേട്ട നടത്തുന്നു എന്നാണ്. നിങ്ങളുടെ സർക്കാരിന്റെ കാലത്തല്ലേ അവിടെ തീവ്രവാദികൾക്ക് ക്യാമ്പ് തുറന്നു കൊടുത്തിട്ട് അവർ ആയുധത്തോടു കൂടി അവരൊക്കെ അവിടെ താമസിക്കാൻ ഇടം കൊടുത്തത്? നിങ്ങൾ എന്തുകൊണ്ട് ആയുധങ്ങൾ പിടിച്ചെടുത്തില്ല? അപ്പൊ അങ്ങനെ വിഷയത്തിൽ നിന്ന് മാറി മണിപ്പൂരിലേക്ക് കൊണ്ടുപോകണ്ട. മണിപ്പൂർ ചർച്ച ചെയ്യാം, പക്ഷെ മണിപ്പൂർ അറിയുന്ന വിദഗ്ധരോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യാനാണ് എൻ്റെ വെല്ലുവിളി. പ്രൊഫസർ റോണി കെ ബേബി എൻ്റെ ചോദ്യത്തിന് ഇനിയും മറുപടി പറയുന്നില്ല. ഗാസ എന്ന് പറഞ്ഞൊഴുക്കിയ കണ്ണീരിനൊപ്പം എത്തുന്നില്ല. ഗാസ എന്ന് പറഞ്ഞ കണ്ണീരിനൊപ്പം എത്തുന്നില്ലല്ലോ സാർ.
കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങുന്നു. അങ്ങ് സുരേഷ് ബാബുവിന്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ചോദ്യം അങ്ങോട്ടായിരിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് പ്രതികരിക്കരുത്. അങ്ങ് പറയുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് ഒരൊറ്റ വാദം മാത്രം പറഞ്ഞു. അങ്ങയിലേക്ക് വരാം. ഒരു നിമിഷം. പ്രൊഫസർ റോണി കെ ബേബി, ശ്രീ ടി ജി മോഹൻദാസ് നമ്മളോടൊപ്പം ചേരുന്നു. നമസ്തേ, സ്വാഗതം ശ്രീ ടി ജി മോഹൻദാസ്. ചോദിച്ചത് ഇതാണ്: ന്യൂനപക്ഷം എന്നതിനപ്പുറം ഹിന്ദു എന്ന് പറയാൻ നാവ് പൊന്തുന്നില്ല കോൺഗ്രസിനോ ഇന്ത്യ നേതാക്കൾക്കോ. ഒടുവിൽ പ്രസ്താവനയും പ്രമേയവും വരുമ്പോൾ ആശങ്ക വേട്ടയാടപ്പെടുന്ന ഹിന്ദുക്കളുടെ പേരിലല്ല, ആശങ്ക ഇതെങ്ങാനും BJP രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുമോ എന്നാണ്. ശ്രീ ടി ജി മോഹൻദാസ്. അല്ല, അവരങ്ങനെ ചെയ്യുള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു എന്ന് പറയുന്നത് ഒരു മനുഷ്യജന്മമല്ല. അത് കൊതുക് പോലെയോ അങ്ങനെയൊക്കെ അവരുടെ മറ്റേ നേതാവ് പറഞ്ഞില്ലേ, ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒരു അസുഖമാണ് ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ രീതിയിലാണ് അവർ കാണുന്നത്. അവർക്ക് ഭയങ്കര വെറുപ്പാണ് ഹിന്ദു എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് അവര് ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ എന്തെങ്കിലും തകരാറ് എവിടെയെങ്കിലും സംഭവിച്ചാൽ അത് പർവ്വതീകരിച്ച് വലിയ ബഹളം നടത്തും, ഉള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ കച്ചറ ഉണ്ടാക്കും. പക്ഷേ ഹിന്ദു സമാജത്തിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവരക്ഷരം മിണ്ടില്ല എന്ന് മാത്രമല്ല, ഉള്ളിൽ ഇവർ സന്തോഷിക്കുന്നവരുണ്ട്. തീരട്ടെ ഈ പണ്ടാറക്കാലം വരെ അവസാനിക്കട്ടെ. അതൊരു വല്ലാത്ത, എനിക്കറിയില്ല, മനുഷ്യത്വം നഷ്ടപ്പെടുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് മൃഗത്വം പോലും നഷ്ടപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ്. അതുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് അങ്ങ് ചൊറിഞ്ഞു വരും. അവരുടനെ മണിപ്പൂര്, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ ഇതൊക്കെ പറയാന്ന് പറയും. പക്ഷെ അവര് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ പറ്റി പറയില്ല. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ എന്ന് വരെ അവർ പറഞ്ഞു തരും. പക്ഷേ ഹിന്ദു എന്നുള്ളൊരു വാക്ക് ഈ പറയുന്ന ഓരോറ്റ എണ്ണത്തിന്റെ വായിൽ നിന്നും വരില്ല. കാരണം അതൊരു ത്രിവാക്കായിട്ട് അവർ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അത് പുറത്തു വരാത്തത്. ആരും ചോദിക്കാനുണ്ടാവില്ല ഹിന്ദുവിന്. ഇതിപ്പോ ബംഗ്ലാദേശില്, ഇന്ത്യയിൽ ഇതുപോലെ ചെയ്യണമെന്ന് വെച്ചോ, കേരളത്തിൽ ഹിന്ദുക്കളെ പരസ്യമായിട്ട് വെട്ടിക്കൊല്ലുകയാണെങ്കിൽ കൈയടിച്ച് ചിരിക്കും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം. ഉള്ളിൽ ആനന്ദിക്കും. അന്ന് പ്രത്യേക പ്രാർത്ഥന നടത്തും, ആഘോഷം നടത്തും, കള്ളു കുടിച്ചിട്ട് തുള്ളും. ഹിന്ദുക്കൾ ചാവുന്നില്ല. ഇതാണ് മൈൻഡ് സെറ്റ്. ഇതാണ് പറഞ്ഞിട്ടുള്ള കാര്യം. അതുകൊണ്ട് അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ചെയ്യാനുള്ളത് ഹിന്ദുക്കൾ തന്നെ ചെയ്യണം. അത് ചെയ്യാതെ ഇതിനൊരു പരിഹാരവും ഉണ്ടാവില്ല. അത് ചെയ്യാൻ വലിയ നേരവും കാലവും ഒന്നും വേണ്ട. ബംഗ്ലാദേശ് ഈ പറയുന്ന വലിയൊരു രാജ്യമൊന്നും അല്ല. 70,000 പട്ടാരക്കാർ, അതില് 30,000 പേര് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി, ബാക്കി 40,000 പേരാണ് ഫൈറ്റർ. ഈ പറയുന്ന ഒരായുധവും തേങ്ങയും ബംഗ്ലാദേശിന്റെ കയ്യിലില്ല. അവരെ പാകിസ്ഥാൻ സഹായിക്കാൻ വരും, ചൈന സഹായിക്കാൻ വരും എന്നൊക്കെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പ്രതീക്ഷിക്കുന്നത്. അവർക്ക് ആ പ്രതീക്ഷയില്ല. പക്ഷെ ഇവിടുത്തുകാർക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഇവിടുത്തുകാർക്ക് ഇന്ത്യ തോറ്റ് കാണണം, ഹിന്ദു ചത്ത് കാണണം, അതിന് നേർച്ച നിർന്ന് കാവലിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഇതൊന്നും, ഈ സ്വപ്നങ്ങൾ ഒന്നും തന്നെ ഫലിക്കാൻ പോകുന്നില്ല. ഹിന്ദു തോൽക്കാൻ പോകുന്നില്ല. ബംഗ്ലാദേശിലെ ഹിന്ദുവിനെ രക്ഷിക്കാനുള്ള നടപടികൾ ഭാരതത്തിലെ ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഉണ്ടാവും. അതിന് ഇവരുടെ ആരുടെയും അവസരം വേണ്ട. ശ്രീ മോഹൻദാസ്, അങ്ങ് പറഞ്ഞു വന്നതിൽ നിന്ന് ഒരു ചോദ്യം കൂടി. തെറ്റുകൾ തിരുത്തേണ്ട സമയമായോ? 2 തെറ്റ്. ഒന്ന്, കശ്മീരിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച പാകിസ്ഥാനെ തുരത്തി ഇങ്ങ് എവിടെ വരെ വേണം ഭാരതമെന്ന് തീരുമാനിക്കാൻ കുതിക്കുകയായിരുന്നു ഭാരതത്തിന്റെ സൈന്യം. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ്സ്മാൻ ആകാനായി അതും കൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് പോയി സ്റ്റേറ്റസ് കോ, തൽസ്ഥിതി വാങ്ങിക്കൊണ്ടുവന്നു. നമ്മുടെ പറമ്പിൽ, നമ്മുടെ കുന്നിൻ മുകളിൽ പാകിസ്ഥാന്റെ പോസ്റ്റ് നിലനിർത്തിയ തൽസ്ഥിതി. 2, ഈ ബംഗ്ലാദേശ്, അങ്ങ് പറഞ്ഞു വന്ന ഈ ബംഗ്ലാദേശ് എങ്ങനെ ഉണ്ടായി എന്നുള്ള ഓർമ്മകൾ അവർക്ക് വേണം. അതുണ്ടാക്കിയപ്പോൾ, അതിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തപ്പോൾ അന്നും ചോദിച്ചു സൈനിക നേതൃത്വം ഇന്ദിരാഗാന്ധിയോട് ഇങ്ങെടുക്കട്ടെ എന്ന. ശ്രീ ടി ജി മോഹൻദാസ്, ഞാൻ തുറന്നു ചോദിക്കുന്നു, ആ തെറ്റ് തിരുത്തേണ്ട സമയമായെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അത് തെറ്റൊന്നുമല്ല, അത് മനഃപൂർവ്വം ചെയ്തതാ. മനസ്സിലായി?
ഇന്ത്യൻ പട്ടാളം അങ്ങ് കറാച്ചിയുടെ 1.5 കിലോമീറ്റർ ദൂരെ വരെ എത്തിയിരുന്നു. ആ സമയത്ത് വെടിനിർത്തലിന്റെ ആവശ്യമില്ല. കറാച്ചിയും കൂടെ പിടിച്ചിട്ട് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ അത് വിലപേശി വാങ്ങിയിട്ട് അങ്ങനെ തീർക്കാമായിരുന്നു. അത് മണ്ടത്തിലൊന്നും ആയിരുന്നില്ല. അതൊക്കെ ഇന്ദിരാഗാന്ധി മനഃപൂർവ്വം ചെയ്തതാണ്. അതിൻ്റെതായ കാരണങ്ങളും ഒക്കെ. എനിവേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പോൾ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ചെയ്യാനുള്ള ഗവൺമെന്റിനെ നമ്മൾ ശക്തിപ്പെടുത്തുക. അന്നൊക്കെ എന്ന് വെച്ചാൽ ഈ യുദ്ധം വരുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. പിന്നെ ആരും പുറത്തിറങ്ങാൻ പാടില്ല. അടിയന്തരാവസ്ഥയാണല്ലോ, ആരും ഒന്നും മിണ്ടാൻ പാടില്ല. ഇതായിരുന്നു. ഈ പതിവ് തെറ്റിച്ചത് വാജ്പേയി ആണ്. 99-ൽ കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ല. അടിയന്തരാവസ്ഥ കോൺഗ്രസ്സുകാരുടെ എന്നത്തെ ആയുധമാണ്. അത് യുദ്ധമുള്ളപ്പോഴോ സമാധാനമുള്ളപ്പോഴോ അവർക്ക് തോന്നുമ്പോഴൊക്കെ അവരത് പ്രഖ്യാപിക്കുകയും ആളുകളെ പിടിച്ചു പൂട്ടിയിടുകയൊക്കെ ചെയ്യും. വാജ്പേയി കാർഗിൽ യുദ്ധകാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ തന്നെ യുദ്ധം ജയിക്കാൻ പറ്റും. അദ്ദേഹത്തെ വിമർശിക്കാൻ അകത്ത് ആളുണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർ വിമർശിച്ചോട്ടെ എന്ന് പറയുന്ന ആൺകുട്ടിയായിരുന്നു വാജ്പേയി. ഇന്നിപ്പോ ഇസ്രായേലിൽ നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോൾ പോലും നെതന്യാഹു രാജിവെക്കണം, നെതന്യാഹുവിനെ ഇറക്കി വിടണമെന്ന് പറഞ്ഞിട്ട് വമ്പൻ പ്രകടനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത് നെതന്യാഹു അനുവദിക്കുന്നുമുണ്ട്. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾക്ക് അവരുടെ ഐക്യദാർഢ്യമോ അല്ലെങ്കിൽ എതിർപ്പോ അത് തുറന്ന് പ്രകടിപ്പിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് തന്നെ ഭാരതം പെരുമാറണം. കാണാമല്ലോ നമുക്ക് ആരാണ് രാജ്യത്തിന്റെ കൂടെ നിൽക്കുന്നത്, ആരാണ് എതിരായിട്ട് നിൽക്കുന്നത്. എനിക്കുറപ്പാണ് ബംഗ്ലാദേശിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇസ്ലാമിക ശക്തികളും കൂടെ രാജ്യം കുട്ടിച്ചോറാക്കാനായിട്ട് തെരുവിലിറങ്ങും. അവരെ നേരിടുന്നത് നട്ടെല്ലുള്ള രാജ്യസ്നേഹികളായിരിക്കും. ഒരിക്കൽ അതങ്ങ് ആ കണക്കങ്ങ് തീർക്കണം. ഇതൊക്കെ ആരെവിടെ നിൽക്കുന്നു എന്ന് അറിയണം. അല്ലാതെ പൊതിഞ്ഞു വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ സമയം കഴിഞ്ഞു. ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആക്ഷനുടെ തെരുവിൽ കാണട്ടെ. നീ ബംഗ്ലാദേശിന്റെ കൂടെയാണോ, ഇസ്ലാമിക തീവ്രവാദിയുടെ കൂടെയാണോ, അതോ ഭാരതത്തിന്റെ കൂടെയാണോ? നിനക്ക് സഹോദരനെ ഹിന്ദുവിനോട് തരേക്കെങ്കിലും സ്നേഹമുണ്ടോ എന്ന് തെരുവിൽ തീരുമാനിക്കുന്ന ഒരു കാലം വരട്ടെ എന്ന് ഞാൻ പറയുന്നു. അതിന് ഇവർ തയ്യാറാവില്ല. എപ്പോഴും അവരോടേ അയ്യോ ഞങ്ങളെ സമാധാനപ്രിയര്, മോഹൻദാസ് കലാപത്തിന് ആഹ്വാനം ചെയ്തു, മോഹൻദാസിന്റെ പേരിൽ കേസെടുക്കുന്നൊക്കെ പറയും. ഈ നാട്ടിലില്ലാത്ത നപുംസകങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കും. യൂസ്ലെസ് സാധനങ്ങൾ. അങ്ങയിലേക്ക് വരാം. പ്രൊഫസർ റോണി കെ ബേബി, അങ്ങ് കേട്ടിട്ടുണ്ടാവും മോഹൻദാസ് സാർ പറഞ്ഞത്. ഈ മോഹൻദാസ് പറഞ്ഞ ഈ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് പിന്നെ മറുപടി പറയേണ്ടതില്ല. ഇങ്ങനത്തെ ഈ പച്ചവർഗീയത പറയുന്ന ആളുകളോടൊന്നും സംസാരിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഞാൻ വളരെ കൃത്യത്തിന് അത് എന്തൊക്കെയാ പറയുന്നത്. ഹിന്ദു എന്ന് പറഞ്ഞാൽ അല്ല, മോഹൻദാസ് ഇന്ന് കുറെ ആളുകൾ യൂസ്ലെസ് ഒന്നും തെരുവിൽ കാണാവുന്നു അങ്ങനെയൊന്നും അദ്ദേഹത്തെ പറയുന്ന പച്ചവർഗീയ ഭാഷയിലൊന്നും സംസാരിക്കാനല്ല എന്നെ ഒന്നും പഠിപ്പിച്ചിരിക്കുന്നത്. എന്റെ പ്രസ്ഥാനമൊന്നും ആ ഭാഷയിലല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനതുകൊണ്ട് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് താല്പര്യമില്ല. ജനാധിപത്യ രീതിയിൽ സംസാരിക്കാം. പ്രൊഫസർ, നിങ്ങളൊരു പ്രൊഫസറാണെങ്കിൽ അതാണ് നിങ്ങൾ ജനാധിപത്യം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതാണ് നിങ്ങളുടെ ജനാധിപത്യം. എന്ത് താല്പര്യമില്ലാന്ന് എണീറ്റ് ഓടാതെ തെരുവിലാണ് ജനാധിപത്യം തീരുമാനിക്കുന്നത്. യൂസ്ലെസ് വിളിക്കുന്നത് എന്ത് ജനാധിപത്യം? അർത്ഥം അത് തെരുവാക്കലല്ലോ. യൂസ്ലെസ് അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാനുള്ള അത്യാവശ്യം വിവരമൊക്കെ എനിക്കുണ്ട്. അത് നിങ്ങൾക്കില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷോഭിക്കുന്നത്. വളരെ ഈ അരമണിക്കൂർ ചർച്ചയിൽ തെരുവിൽ പ്രകടനം നടത്തുന്നത് ജനാധിപത്യ വിരുദ്ധമാണെങ്കിൽ CAA വിരുദ്ധ പ്രകടനം, കാർഷിക പ്രകടനം, നിങ്ങളുടെ പാലസ്തീൻ ഐക്യദാർഢ്യം കുറെ സിന്ദാബാദ് വിളിച്ച് നടന്നല്ലോ. ഇതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണോ? തെരുവിലാണ് നിങ്ങളുടെ ശക്തി കാണിക്കുന്നത്. ആ ശക്തി ഹിന്ദുക്കൾ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ്, ഫാസിസമാണ്, അശ്ലീലമാണ്. എന്തൊരു കഷ്ടമാണ് പ്രൊഫസർ.
ജനാധിപത്യ ബോധം ഉണ്ടെങ്കിൽ പറയണം, യെസ്, തെരുവിൽ നിങ്ങൾ ശക്തി കാണിക്കൂ എന്ന് പറയണം. നിങ്ങൾ ഏറ്റവും വലിയ ശത്രുക്കളായ ഹിന്ദുക്കളെ വെട്ടിക്കൊല്ലാൻ നിങ്ങൾ തക്കം പറത്തിരിക്കുകയാണ്. അത് മാറ്റിയിട്ട് ബോൾഡായിട്ട് റോഡിൽ ഇറങ്ങി പറയണം, ഹിന്ദു സമൂഹത്തിന് ജീവിക്കാൻ അവകാശമില്ല. ഇത് പറ. നിങ്ങൾ എന്തിനാ ഈ പൊതിഞ്ഞു പിടിക്കുന്നത്? പ്രൊഫസർ റോണി കെ ബേബി, ഏറ്റവും വലിയ സനാതന ഹിന്ദുവാണ് എന്ന് ജീവിതത്തിന്റെ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്തവർ തന്നെ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ അത്ഭുതം തോന്നുക. ഞാൻ ഈ ചർച്ചയിൽ വളരെ വ്യക്തമായി തന്നെ ഞാൻ ആദ്യം തൊട്ട് തന്നെ ഞാൻ എടുത്ത നിലപാട്, ഒരുപക്ഷെ മോഹൻദാസ് താമസിച്ചു വന്നുകൊണ്ടായിരിക്കാം, വളരെ കൃത്യമായി തന്നെ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതും ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞതും ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നിസ്സംയുക്തമായി ഞങ്ങൾ പിന്തുണ കൊടുത്തതും വിദേശകാര്യമന്ത്രി അതിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം സന്ദേശം വിട്ടതും എല്ലാം ഞങ്ങളുടെ കൃത്യം പറഞ്ഞു. ഇത് ഈ നിലപാട് ഞങ്ങൾ വളരെ കൃത്യം. അല്ലാണ്ട് നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ഹിന്ദുക്കള് പിന്നെ വെട്ടിമുറിക്കുമ്പോൾ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു സന്തോഷിക്കുന്നു, ഒരിക്കലും അങ്ങനെ പറയരുത്. ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തുള്ള എല്ലാ മനുഷ്യരും ജാതിമത ഭേദമന്യേ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. അല്ലാതെ ഞങ്ങളെങ്ങനെ ഈ പിന്നെ അങ്ങ് പറഞ്ഞു അങ്ങേക്ക് തന്നെ അറിയാം, ഇവിടെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കാരണം 65-ലും 70-ലും ഉണ്ടായ യുദ്ധങ്ങൾ എന്നത് ഫുൾ ഫ്ലഡ്ജ് വാറാണ്. അതിന്റെ ഈ ആർട്ടിക്കിൾ 352 ആദ്യം പറഞ്ഞിരിക്കുന്നത് എക്സ്റ്റേണൽ അഗ്രഷൻ, വിദേശ ആക്രമണം ഉണ്ടെങ്കിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാമെന്ന. പക്ഷേ 98-ൽ ഉണ്ടായത് ഒരു ഫുൾ ഫ്ലഡ്ജ് വാറല്ല. കാർഗിൽ വാർ എന്ന് പറയുന്നത് ലിമിറ്റഡ് വാറാണ്. ഈ 65-ലെ യുദ്ധമാണെങ്കിലും 71-ലെ യുദ്ധമാണെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ, ഇത് 98-ലെ കാർഗിൽ യുദ്ധമാണെങ്കിലും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ജാതിമത ഭേദമന്യേ ഈ രാജ്യത്തെ ഭരണകൂടം ഇത് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല, കോൺഗ്രസ് ഭരിക്കുന്നു എന്നുള്ളതല്ല, അല്ല BJP ഭരിക്കുന്നുള്ളതല്ല, ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും നേരെ ഒരു ഭീഷണി ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെയൊന്നും നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച് സംസാരിച്ചു പോകരുത്. എന്നോട് കൃത്യമായി തന്നെ ആദ്യം പറഞ്ഞത് 71-ലെ യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിക്ക് ശ്രീ വാജ്പേയി കൊടുത്ത ആ പിന്തുണയ്ക്ക് അത് ഞാൻ ഇവിടെ കൃത്യമായി ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ നന്ദി പറഞ്ഞത്. അത് നമ്മളെ രാഷ്ട്രീയമായിട്ട് കാണണം, അല്ലാതെ നമ്മൾ കാണേണ്ട സാഹചര്യങ്ങളുണ്ട്. ഈ രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ, കാരണം ഇന്ന് വളരെ കൃത്യമായി തന്നെ ഞാൻ ഇവിടെ പറഞ്ഞു ഞങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളത്, അത് ഹിന്ദുക്കൾ ഉൾപ്പെടെ, അല്ലാതെ ഹിന്ദു എന്ന് വാക്കെടുത്ത് പറയുമെന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. ഹിന്ദുക്കൾ ഉൾപ്പെടെ മുഴുവൻ മതന്യൂനപക്ഷങ്ങളെയും, കാരണം ഹിന്ദുക്കൾ വേട്ടയാടപ്പെടുന്നത് പോലെ തന്നെ അവിടെ വേട്ടയാടപ്പെടുന്ന മറ്റു മതന്യൂനപക്ഷങ്ങളുണ്ട്, അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തി അവർക്ക് നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് എന്ത് നടപടി സ്വീകരിച്ചോ അതിനകത്ത് ഒരു എതിർപ്പുമില്ല കൃത്യമായി തന്നെ. പക്ഷെ എന്ത് നടപടികൾ ഇന്ത്യ ഗവൺമെന്റ് ഇതുവരെ സ്വീകരിച്ചു? കാരണം മറ്റൊരു രാജ്യത്തിന്റെ കേന്ദ്രവുമായി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല, ഇന്റേണൽ മാറ്റവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റിന് പരിമിതികളുണ്ട്, അത് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് അത് ഏത് എക്സ്റ്റെന്റ് വരെ പോയി ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ എന്ത് ചെയ്തോ ഇതിന് 100% പിന്തുണ ആത്മാർത്ഥമായി. അല്ലാതെ അതിന്റെ പേരിലൊന്നും തെരുവിലിറങ്ങുന്ന ഒരു പ്രസ്ഥാനമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും ഇന്ത്യ ഗവൺമെന്റ് പോയാൽ അതിലെല്ലാ പിന്തുണയും യുനാനിമസ് ആയി. കാരണം അതിന് ഞാൻ പറഞ്ഞല്ലോ, ജയശങ്കർ പറഞ്ഞ വാചകം ഞങ്ങൾ വായിക്കുന്നുണ്ട്. ജയശങ്കർ പറഞ്ഞതാ, അപ്രീഷിയേറ്റ് ദ unanimous support and understanding that was extended by the International Congress. ശരി, പ്രൊഫസർ റോണി കെ ബേബി അങ്ങയിലേക്ക് വരാം. ശ്രീ സുരേഷ് ബാബു, വേണ്ടി വന്നാൽ സൈനിക ശക്തി ഉപയോഗിക്കണം എന്നാണ് പ്രേക്ഷകർ പോലും ആവശ്യപ്പെടുന്നത്. അനൂപ് കുമാർ, എന്തുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ബംഗ്ലാദേശിനെ ആക്രമിക്കുന്നില്ല? കാര്യം ഭരണകൂടം, സംവിധാനം, സേന, പോലീസ്, കോടതികൾ എന്നിവ ഉപയോഗിച്ചാണ്. കഴിഞ്ഞതാണോ? യെസ്, അങ്ങേക്ക് പറയാം. ഹലോ, കട്ടായോ? ഇല്ല, അങ്ങേക്ക് പറയാം. അതാണെങ്കിൽ ഞാൻ മറുപടിയിലേക്ക് വരാം. ഒരു കാര്യം, നമ്മുടെ രാജ്യവും ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയും ഒക്കെ എടുക്കുന്ന ഒരു പൊതു സമീപനമുണ്ട്. യുദ്ധം എല്ലാത്തിൻ്റെയും ഒരു പര്യവസാനമാണ്, എല്ലാത്തിനും ഒരു ഉത്തരമാണ് എന്ന് കരുതാൻ നമുക്കാർക്കെങ്കിലും കഴിയുമോ? ഈ ആറ്റം യുഗത്തിൽ യുദ്ധം കൊണ്ട് ഏതെങ്കിലും ഒരു മാനവ സമൂഹത്തെ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ കഴിയുമോ? പിന്നെ എന്തിനാണ് ഒരു യുദ്ധത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത്? എന്തിനാണ് ഈ യുദ്ധത്തിലൂടെ ഇതിനൊരു പരിഹാരം കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? അതൊക്കെ ഒരു തരം അപക്വമായ ഒരു സമീപനമല്ലേ? ബഹുമാനപ്പെട്ട TG മോഹൻദാസ് ഇവിടെ സംസാരിച്ച രീതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതസമൂഹത്തെ തങ്ങളുടേത് മാത്രമാക്കി തീർക്കാനും ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ആ മതത്തിനെതിരാണെന്ന് വരുത്തി തീർക്കാനുമുള്ള
കുൽസിത രാഷ്ട്രീയത്തെയല്ലേ അദ്ദേഹം ഈ ചർച്ചയിൽ അവതരിപ്പിച്ചത്? ഞാൻ ഏറെ ബഹുമാനിക്കുന്ന, എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള, രാഷ്ട്രീയമായും സാമൂഹ്യമായും താത്വികമായും ധാരാളം വിവരമുള്ള, നല്ല അറിവുള്ള, പലപ്പോഴും എനിക്ക് സംശയങ്ങൾ പോലും ചോദിച്ച് നിവർത്തിച്ചു തന്നിട്ടുള്ള ശ്രീ മോഹൻദാസിൽ നിന്ന് ഇത്തരം ഒരു അപക്വമായ ഒരു സമീപനമുണ്ടാകും എന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ശ്രീ ടോണി അതിനോട് പ്രതികരിച്ച രീതിയിൽ നിന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. കാരണം അതിൽ നിന്ന് എൻ്റെ രീതി എനിക്കുണ്ടല്ലോ. അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ രാജ്യത്തിന് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്നത് മുഴുവൻ ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അതിന് പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണയുണ്ട് എന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി എക്നോളജ് ചെയ്തു എന്നും നമുക്കിപ്പോൾ ഈ ചർച്ചയിലൂടെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഞാനിപ്പോഴും നേരത്തെ പറഞ്ഞത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ കാര്യത്തിൽ ഈ ഹമാസിനോടും അല്ലെങ്കിൽ ഇസ്രായേലിനോടുമായുള്ള പ്രശ്നങ്ങളിൽ നാം എങ്ങനെ തെരുവിൽ ഈ രാഷ്ട്രീയത്തെ, ഈ ഒരു പ്രശ്നത്തെ കൊണ്ടുവന്നോ, അതുപോലെയുള്ള ഒരു അലർച്ച അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു മുദ്രാവാക്യം ഇപ്പോൾ ബംഗ്ലാദേശിൽ അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ ഒരു പാർട്ടിയിൽ നിന്നും കാണുന്നില്ല. അതും ഉണ്ടാകണം. ഇന്ത്യ രാജ്യത്തിലെ 140 കോടി ജനങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരമൊരു പീഡനം നമ്മുടെ അയൽ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് എത്തണമെങ്കിൽ പാർലമെൻറ്റിനകത്തോ അല്ലെങ്കിൽ രാഷ്ട്ര നേതൃത്വത്തിൻ്റെ ചർച്ചയ്ക്കകത്തോ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, ജനങ്ങളിലേക്ക് അത് എത്തിക്കണം. അങ്ങനെ ജനവികാരം ഉണ്ടാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ ഇന്ത്യ മുന്നണി കാണിക്കുന്ന അല്ലെങ്കിൽ NDA കാണിക്കുന്ന മൗനത്തിനോട് എനിക്ക് ആ കാര്യത്തിൽ ഒരു മാനസികമായ കേട്ടല്ലോ അല്ലേ? ആ അലർച്ച, അതാണ് ഞാൻ ചോദിച്ചത്. ആ പൊട്ടിക്കരച്ചിൽ, ആ രോദനം, ഗാസ എന്തുകൊണ്ടുണ്ടാവുന്നില്ല? ആ ന്യൂനപക്ഷമല്ല ഈ ന്യൂനപക്ഷം എന്നുള്ളത് കൊണ്ടാണോ? അല്ല നമുക്ക് ഏതൊക്കെയാലും ഈ പാർലമെന്റ് തുടങ്ങിയിട്ട് ഇപ്പൊ 2 ദിവസമേ ആയിട്ടുള്ളൂ. പാർലമെന്റിന്റെ 2 ദിവസത്തെ സമ്മേളനവും നമുക്കറിയാം അദാനി മണിപ്പൂർ വിഷയത്തിൽ ഉള്ള ബഹളമയം കാരണം പാർലമെന്റിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഏക്കാളും നമുക്ക് ഇന്ത്യ അതിനകത്ത് ഏറ്റവും പ്രൈമറി ഉത്തരവാദിത്വം ആർക്കാണ്? ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെക്കാൾ ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ക്രിയാത്മകമായി ചെയ്യാൻ പ്രതിപക്ഷത്തിന് റോൾ ഇല്ലാന്നാണ് ഞാൻ പറഞ്ഞു. കാരണം അതിന്റെ ഔദ്യോഗികമായി അതിനകത്ത് ഇടപെടുവാനും അത് ചെയ്യുവാനുമുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ 100% പിന്തുണ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അതിനകത്ത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വിഷയം അത് ജനങ്ങളുടെ, കാരണം ഞാൻ ഇത് കൃത്യമായി ഈ പറയാൻ ആഗ്രഹിക്കുക, ഒരിക്കലും ജാതിയുടെ മതത്തിന്റെയോ ഒരു വേദിയിൽ നിന്നുകൊണ്ട് അതിനെ പരസ്പരം ഭിന്നിപ്പിച്ച് സംസാരിക്കേണ്ട ഒരു വിഷയമല്ല. അവിടെ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടുന്നെങ്കിൽ ആ മതന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും ഐക്യദാർഢ്യം കൊടുത്തുകൊണ്ട് ഇത് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും, അങ്ങനെയാണ് നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ സ്വീകരിച്ച നമ്മുടെ നയങ്ങൾ എന്ന് പറയുന്നത്. ഇതിനു മുമ്പുള്ള ഇന്ത്യ ഗവൺമെന്റ് എടുത്ത നിലപാടും എല്ലാം തന്നെയാണ്. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ മോഹൻദാസ് സാറ് പറഞ്ഞൊരു കാര്യം എനിക്ക് അതിനോട് കൂട്ടിച്ചേർക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞു 74 യുദ്ധത്തിൽ നമുക്ക് വേണമെങ്കിൽ കറാച്ചി വരെ പോയി നമുക്ക് വേണമെങ്കിൽ കാശ്മീരി പിടിച്ചെടുക്കാമായിരുന്നു. അദ്ദേഹത്തിന് വളരെ കൃത്യമായി അറിയാം സിംല കരാർ എന്തായിരുന്നു എന്നുള്ളത്. സിംല കരാറില് അന്ന് സുൽഫിക്കർ അലി ഭൂട്ടോ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി നമ്മൾ ചർച്ച നടത്തി. ഇന്ത്യയുടെ എല്ലാ ആവശ്യങ്ങളും കാശ്മീരിൽ പാകിസ്ഥാൻ ഇനി തർക്കം ഉന്നയിക്കില്ല തുടങ്ങിയ മുഴുവൻ ആവശ്യങ്ങളും അദ്ദേഹം അംഗീകരിച്ചതാണ്, ഒപ്പിട്ടിട്ട് പോയതാണ്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇത് പുറത്തുവിടുവാൻ, ഈ കരാറിലെ വിശദാംശങ്ങൾ പുറത്തുവിടുവാൻ കുറച്ച് സമയം തരണം. കാരണം ഞാൻ ഇതുമായി തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്റെ ജീവന് തന്നെ ഭീഷണിയുണ്ട്. പക്ഷെ എന്താ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അദ്ദേഹം പാകിസ്ഥാനിൽ തിരിച്ചെത്തി, അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായ സുൽഫിക്കർ അലി ഭൂട്ടോയെ പാകിസ്ഥാനിൽ തൂക്കിക്കൊന്നു. നമുക്കറിയാം. അല്ലാതെ ഇന്ത്യ ഗവൺമെന്റ് ഒരിക്കലും സൗകര്യപൂർവ്വം അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലൊന്നും ഒരിക്കലും നമ്മൾ എന്ത് റിസ്ക് എടുത്താണ് നമ്മൾ ബംഗ്ലാദേശിൽ ഇടപെട്ടത് എന്നുപോലും നമുക്ക് ചരിത്രം അറിയുന്നവർക്കറിയാം. അമേരിക്കൻ നേതൃത്വത്തിലുള്ള 7ാം കപ്പൽപ്പട ഇന്ത്യ ആക്രമിക്കാൻ പോലും വരുമ്പോൾ ഇതിനെ പോലും അതിശക്തമായി ചെറുത്ത് നിന്നുകൊണ്ട് നമ്മൾ ബംഗ്ലാദേശിനെ മോചിപ്പിച്ച് ഇന്ന് ഒരു ചരിത്രമൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള വിഷയത്തിന് ഞാൻ കൃത്യമായി പറയും, ദേശീയ താല്പര്യമുള്ള വിഷയം, നാഷണൽ ഇൻട്രസ്റ്റ്, ഇൻ ദ മാറ്റർ ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ് നമ്മൾ ഒരിക്കലും അതിനകത്ത് രാഷ്ട്രീയം കളിക്കരുത്. അതിലെ കോൺഗ്രസ് എന്നോ. പ്രൊഫസർ റോണി കെ ബേബി, ഞാൻ ചോദിച്ചത് അങ്ങേക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു കമന്റ് വായിക്കാം. ഗോപകുമാർ രവീന്ദ്രൻ, ഹമാസിന് വേണ്ടി നിങ്ങൾ 2 കൂട്ടരുമല്ലേ ഇവിടെ മെഴുകുതിരി കത്തിച്ചത്, ഇപ്പോൾ എന്തേ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് ഇല്ല? പാർലമെന്റ് അങ്ങ് വിടൂ. ഗാസ എന്ന് പറഞ്ഞ് തെരുവിലൊടുക്കിയ കണ്ണീരും റാലികളും തന്നെയാണ് ഞാനും പറഞ്ഞത്. റോണി സർ,
ഈ ഗാസയിലും ഇസ്രായേലിലും ഒക്കെ ഇന്ത്യ ഗവൺമെന്റിന് ഇടപെടുവാനുള്ള പരിമിതികളുണ്ട്. പക്ഷെ അതുപോലെയല്ല ബംഗ്ലാദേശില്. ഗവൺമെന്റ് ഭാരത സർക്കാരിന്റെ ഇടപെടൽ അവിടെ നിൽക്കട്ടെ. റോണി സാർ, ഞാൻ ചോദിച്ചത് ഈ ഐക്യദാർഢ്യ പ്രകടനം, മെഴുകുതിരി റാലി ഇതൊന്നും കണ്ടില്ല എന്നുള്ളതാണ് പ്രസ്താവനകൾക്കപ്പുറം. നമുക്ക് വിഷയം ഡെവലപ്പ് ചെയ്ത് വരുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാൻ സമയമുണ്ടല്ലോ. നമുക്ക് എടുത്തു ചാടി ഇതിനകത്തൊരു റെസ്പോൺസ് പറയുന്നതിന് പകരം ഞാൻ പറഞ്ഞാൽ പാർലമെന്റിൽ എന്താണ് ഗവൺമെന്റിന്റെ നിലപാടെന്ന് അറിയട്ടെ. പാർലമെന്റിലെ ചർച്ചയ്ക്ക് ശേഷമായിരുന്നോ പലസ്തീൻ കാര്യത്തിലെ പ്രകടനങ്ങൾ? അല്ല, കാരണം നമുക്കറിയാം ഭാരത സർക്കാരിന്റെ നിലപാട് അറിഞ്ഞ ശേഷമായിരുന്നു അക്കാര്യത്തിലുള്ള പ്രതികരണം. അല്ലെ, കാരണം ഇസ്രായേൽ പാലസ്തീൻ വിഷയം പോലെ അല്ല ഈ ബംഗ്ലാദേശ് വിഷയം. കാരണം ഇത് നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ, കാരണം ഇന്ത്യയിൽ നിന്നുള്ള രക്തബന്ധമുള്ള ആളുകൾ, ഒരുപാട് വൈകാരികമായി ബന്ധമുള്ള ഒരുപാട് ആളുകൾ ഉള്ള ഒരു വിഷയമാണ് ബംഗ്ലാദേശ്. ഇപ്പോൾ അവിടെ ക്രിയാത്മക അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഗവൺമെന്റിന് ചെയ്യാനുള്ള നോക്കണമല്ലോ. എങ്ങനെയാണ് ഗവൺമെന്റ് കാരണം ഇതിനൊക്കെ എന്ന് പറയുന്നത് മോദി സർക്കാരിനാണ്. പക്ഷെ ഇപ്പോഴും മോദി സർക്കാർ ചില പ്രസ്താവനകൾ മാത്രമേ നിൽക്കുക. ശ്രീ മോഹൻദാസ് സാർ, എത്ര ഗംഭീരമായിട്ടാണ് കോൺഗ്രസ് ഇത് കൈകാര്യം ചെയ്തത്. അവർ പ്രസ്താവന ഇറക്കി, അവർ അതിൽ ആശങ്ക അറിയിച്ചു, മതന്യൂനപക്ഷങ്ങളെ രക്ഷിക്കണമെന്ന് പറയുന്നു. പക്ഷേ മോദി സർക്കാർ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല, പാർലമെന്റിൽ ചർച്ച കൊണ്ടുവരുന്നില്ല. മോഹൻദാസ് സാർ, പാർലമെന്റിൽ ചർച്ച കോൺഗ്രസ് ആവശ്യപ്പെട്ടോ? കോൺഗ്രസ് ആവശ്യപ്പെട്ടത് അദാനി വിഷയവും പിന്നെ വേറെ ഏതാണ്ടൊക്കെയാണ്. ബംഗ്ലാദേശിന്റെ കാര്യം പാർലമെന്റിൽ കോൺഗ്രസ് റേസ് ചെയ്തിട്ടില്ല. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യാത്ത പല കാര്യങ്ങളുണ്ട്. ആ ചെയ്യാത്ത കാര്യങ്ങൾ കുറ്റപ്പെടുത്താൻ പോലും കോൺഗ്രസ് തയ്യാറല്ല. കോൺഗ്രസിന്റെ വിഷയം മണിപ്പൂരും അദാനിയുമാണ്. അദാനിക്ക് അമേരിക്കയിൽ കേസുണ്ടെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ കച്ചറയുണ്ടാക്കുന്നത് എന്താ? കേസുണ്ടെങ്കിൽ കേസുണ്ട്, ആ കേസ് അതിന്റെ പാട്ടിന് പോകാൻ അയാളെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇത് പാർലമെന്റിൽ എന്ത് ചർച്ച ചെയ്യാനാണ്? മാത്രമല്ല, പാർലമെന്റിന്റെ JPC അന്വേഷണം വേണം. കഴിഞ്ഞ എത്ര ദിവസമായി പാർലമെന്റ് ഫംഗ്ഷൻ ചെയ്തിട്ടില്ലല്ലോ. ശീതകാല സമ്മേളനം വിളിച്ചത് മുതൽ പാർലമെന്റ് ഫംഗ്ഷൻ ചെയ്യാൻ കോൺഗ്രസ് സമ്മതിച്ചിട്ടില്ല, പ്രതിപക്ഷ പാർട്ടികൾ സമ്മതിച്ചിട്ടില്ല. ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ മമതാ ബാനർജി അതിൽ നിന്ന് പിന്മാറി. ഇത് മുതലാവുന്ന പരിപാടിയല്ല. ദിവസവും രാവിലെ വന്ന് കച്ചറ ഉണ്ടാക്കുക എന്ന് പറയുന്നത് മുതലാവില്ല, അവർ പിന്മാറി. ഇടതുപക്ഷം ഇത് നമുക്ക് മുതലാവുന്നൊരു കാര്യമല്ല കേട്ടോ എന്ന് അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പത്രവാർത്ത വന്നതാണ്, എനിക്കറിയില്ല അകത്ത് എന്ത് സംഭവിച്ചു എന്ന്. ആ അവസ്ഥയാണ്. അവിടെയൊന്നും ബംഗ്ലാദേശ് വിഷയമല്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി അത് ജയശങ്കർ സ്വാഗതം ചെയ്തു, കഴിഞ്ഞു. ഇതാണോ ബംഗ്ലാദേശിൽ ചെയ്യേണ്ടത്? ഈ ജനാധിപത്യ രാജ്യത്ത് സർക്കാരിനെ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കാം, ചെയ്യാതിരിക്കാനും പ്രേരിപ്പിക്കാം. അത് ബേസിക്കലി നടക്കുന്നത് തെരുവിലാണ്. തെരുവ് എന്ന് കേൾക്കുമ്പോൾ കലാപമാണ്, വർഗീയമാണ് എന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ പേടിച്ചു പോകുന്ന ആളുമല്ല ഞാൻ. വർഗീയ കലാപം, വർഗീയത പറയരുത്. എന്താ വർഗീയത പറഞ്ഞാൽ? വർഗീയത ചെയ്യുന്നു, പിന്നെ പറയുന്നതിന് എന്താ കുഴപ്പം? വർഗീയത പറയരുത് എന്നൊരു നിയമമുണ്ടോ നാട്ടിൽ? എനിക്കറിയില്ല, ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് കമ്മ്യൂണലായിട്ട് സംസാരിക്കാം. കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ മനഃപൂർവ്വമായിട്ട് നിങ്ങൾ പ്രൊപ്പഗാൻഡ നടത്തിയാൽ അത് കുറ്റകരമാണെന്ന് പറയാം. പക്ഷേ ഒരു വിഭാഗത്തിന് വേണ്ടി സംസാരിച്ചാൽ, അവർക്ക് വേണ്ടി ശബ്ദമുയർത്തിയാൽ അത് തെറ്റാവില്ല, അത് ശരിയാണ്. പക്ഷേ ഇവിടെ ഇവരുണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ, ഹിന്ദുവിനെ പറ്റി സംസാരിക്കാൻ പാടില്ല, അങ്ങനെ സംസാരിച്ചാൽ വർഗീയം. ഇസ്ലാമിനെ പറ്റി സംസാരിച്ചാലോ അത് സ്വർഗീയം. ഇപ്പോ പല ഈ ലോകത്ത് പല യുദ്ധങ്ങൾ എപ്പോഴും നടക്കുന്നു. യുദ്ധം പരിഹാരമല്ല, അല്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ യുദ്ധമല്ലാതെ വേറെ എന്താ പരിഹാരം? അങ്ങനെ പരിഹരിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ? അത്യപൂർവം ചില്ലറ കേസുകൾ സമാധാനത്തിലൂടെ പരിഹരിച്ചു കാണും. ബാക്കിയെല്ലാം ചരിത്രത്തിൽ യുദ്ധത്തിലൂടെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. യുദ്ധത്തിന്റെ ടെക്നിക്സ് മാറുന്നു. പണ്ടൊക്കെ ആർമി അയച്ച് യുദ്ധം ചെയ്യുമായിരുന്നു. ഇപ്പൊ അകത്ത് കലാപം ഉണ്ടാക്കിയിട്ട് ആ സർക്കാരിനെ മറിച്ചിട്ട് അവിടെ അരാജകത്വം ഉണ്ടാക്കുന്നു. ബംഗ്ലാദേശിൽ ഇടപെടണം. ആരോടാ ഇടപെടണ്ടേ? മുഹമ്മദ് യൂനിസ് അഡ്വൈസറാണ്. ആരുടെ അഡ്വൈസർ? ആകാശത്തിന്റെ അഡ്വൈസറോ? ആരാണ് അവിടെ ഭരണാധികാരി? അഡ്വൈസേഴ്സ് 4-5 പേരുണ്ട്, ബട്ട് ഭരണാധികാരി ഇല്ല. പട്ടാളമാണോ ഭരണാധികാരി? അല്ല. കാലിദാസിയാണോ? അല്ല. ഭരണാധികാരിയില്ല, അഡ്വൈസേഴ്സ് ഉണ്ട്. ഇങ്ങനൊരു സംവിധാനം ലോക ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ സാധനത്തോട് ആരോടാണ് സംസാരിക്കുക?
പാകിസ്ഥാനും ഇതേ പ്രശ്നമുണ്ട്. പാകിസ്ഥാനിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആള് ജയിലിലാണ്, ഇമ്രാൻഖാൻ. അയാൾക്ക് പകരമുള്ള പ്രധാനമന്ത്രി ആണോ അവിടെ കാര്യങ്ങൾ നടത്തുന്നത്? അല്ല. എന്നാൽ ISI ആണോ? ആണെന്നും അല്ലെന്നും പറയാം. പാകിസ്ഥാൻ പട്ടാളമാണോ? ആണെന്നും അല്ലെന്നും പറയാം. ഈ ടെക്നിക്സിനോടൊക്കെ എങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യും? അതുകൊണ്ട് യുദ്ധം പാടില്ല, സമാധാനമാണ് വേണ്ടത് എന്നുള്ളത് ഒരു തത്വം മാത്രമായിട്ടാണ് ലോകത്ത് നിലനിന്നിട്ടുള്ളത്. പ്രയോഗത്തിൽ ഒരിക്കലും വന്നിട്ടില്ല. ലോകത്ത് ബലമുള്ളവൻ ജയിക്കും. ബലവാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ ചരിത്രമാണ് ലോക ചരിത്രം. ദുർബലനും കെട്ടിപ്പിടിച്ച് കരഞ്ഞത് ചരിത്രമല്ല. അങ്ങനെ ഒരു ചരിത്രം ആരും എഴുതിയിട്ടുമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ തത്വം ഒന്നും ഈ ലോകത്തെ ഡൈനമിക്സിനെ ബാധിക്കുന്ന കാര്യമല്ല. ആ ഡൈനമിക്സിലല്ല ലോകം പോകുന്നത്. ഓരോ രാജ്യവും തങ്ങളുടെ താല്പര്യം നോക്കുന്നു. ഇപ്പോ നമ്മളുടെ കൺമുമ്പിലാണ് ബംഗ്ലാദേശ് ഒരു ഇസ്ലാമിക രാഷ്ട്രമായി. എന്നിട്ടും നമ്മളുമായിട്ട് വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പച്ചയ്ക്ക് നമ്മളുമായിട്ട് വഴക്ക. എന്തിനാണ് നമ്മുടെ നെഞ്ചത്തേക്ക് കയറുന്നത്? ബംഗ്ലാദേശ് കംപ്ലീറ്റ് ഇസ്ലാമിക തീവ്രവാദികളുടെ കയ്യിലായി. അങ്ങനെ ആയി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ കോൺഗ്രസ് തയ്യാറാണോ? ഇല്ല. അത് ഇസ്ലാമിക തീവ്രവാദത്തെ അവർ അംഗീകരിക്കുന്നു എന്നുള്ളതല്ല, ഇവിടെ അവരുടെ വോട്ട് കുറയും എന്നുള്ള പേടിയാണ്. ഇവിടെ എന്ന് കൺസോളിഡേറ്റഡ് ഹിന്ദു ഉണ്ടാകുന്നോ അന്ന് കോൺഗ്രസ് ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ നിർബന്ധിതരാകും. ഇതൊക്കെ ഹിന്ദുക്കളുടെ ശക്തി ഹിന്ദുക്കൾക്കും അറിയില്ല, കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അറിയില്ല. ഇതാണ് സംഭവിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് തെരുവിൽ ശക്തി കാണിക്കണം എന്ന് പറയുന്നത്. തെരുവിൽ ശക്തി കാണിക്കുന്നത് കലാപമല്ല, അത് മനസ്സിലാക്കുക ആദ്യം. തെരുവിലെ ശക്തിയാണ് CAA സമരത്തിൽ കണ്ടത്, ഇല്ലേ? കർഷക സമരത്തിൽ കണ്ടത് തെരുവിലെ ശക്തിയാണ്. റോഡ് ബ്ലോക്ക് ചെയ്യുക, ട്രാക്ടറും കൊണ്ടുവരിക, ആളെ ഇടിച്ചു കൊല്ലുക, ഇതൊക്കെ ചെയ്തു അവർ. കുറെ അധികം അക്രമാസക്തവും സംഗതിയൊക്കെ. ആരെങ്കിലും അവരെ വെടിവെച്ച് കൊന്നോ? ഇല്ലല്ലോ. ഭരണകൂടം അവരെ വെടിവെച്ച് കൊന്നില്ല. ഇത് തന്നെ ഇസ്രായേലിൽ നോക്കൂ. ഇസ്രായേലിൽ യുദ്ധം നടക്കുന്നുണ്ട്, ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ പ്രകടനവും നടക്കുന്നുണ്ട്. ഇതാണ് ജനാധിപത്യം. തെരുവ് എന്ന് കേൾക്കുമ്പോൾ ഭയക്കുന്നത് എന്താ? തെരുവ് നമുക്കിപ്പോ ഈ നമ്മുടെ ജലപീരങ്കി സമരം നടത്താനുള്ള ഒരു സ്ഥലമാണ്. 4 ബാരിക്കേഡ് പോലീസുകാർ കൊണ്ടുവരും, പിള്ളേർ ഓടിച്ചെന്ന് അത് കുലുക്കും, ജലപീരങ്കി വെള്ളം ചീറ്റും, സമരം കഴിയും. ഇതുപോലത്തെ ഭോഷ്കുകൾ അവസാനിപ്പിച്ചിട്ട് റിയൽ ഇഷ്യൂസിന് തെരുവിലിറങ്ങാൻ ജനം തയ്യാറാകണം. തെരുവിലെ ജനങ്ങളുടെ സപ്പോർട്ട് ഒരു ജനാധിപത്യ ഭരണാധികാരിക്ക് ആവശ്യമാണ്. വെദർ ഐ വിൽ ബി സപ്പോർട്ടഡ് ബൈ മൈ പീപ്പിൾ എന്നുള്ള ചോദ്യത്തിന് തെരുവിൽ ജനങ്ങൾ ഉത്തരം കൊടുത്തേ മതിയാവും. അതാണ് ഭരിക്കുന്ന ആളിന്റെ ശക്തി. അത് ഇന്ദിരാഗാന്ധി ആയാലും ശരി, നരേന്ദ്രമോദി ആണെങ്കിലും ശരി. ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് സൗകര്യപൂർവ്വം ന്യായീകരിക്കേണ്ട ഒരു കാര്യമല്ല. കാർഗിൽ യുദ്ധം ഒരു ഔദ്യോഗിക യുദ്ധമായിരുന്നില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ ബെൻഡിങ് ബാക്ക്വേർഡ്സ് നടത്തി ന്യായീകരിക്കുന്നത്? വാജ്പേയി ഹാഡ് ദ ഗട്സ് ടു ഫൈറ്റ് ദാറ്റ് വാർ വിതൗട്ട് ഡിക്ലെയറിംഗ് ആൻ ഇന്റേണൽ എമർജൻസി, because internal emergency creates lot of trouble for the citizens. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യാഞ്ഞത്. അദ്ദേഹത്തിനെതിരെ ഇവിടെ ബഹളമൊന്നും നടന്നുമില്ല. അദ്ദേഹത്തിനെതിരെ ബഹളം നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹം കീഴടങ്ങുകയും ചെയ്തു. അതാണ് നമ്മളുടെ കാണ്ഡഹാർ സംഭവം. ഒരു വിമാനം റാഞ്ചിക്കൊണ്ടുപോയി ആ തീവ്രവാദികളെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. വിട്ടുകൊടുക്ക് തീവ്രവാദികളെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വാൻ ബഹളം ഡൽഹിയിൽ റാലിയൊക്കെ നടത്തി. വാജ്പേയി കീഴടങ്ങി തീവ്രവാദികളെ വിട്ടുകൊടുത്തു. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയല്ലേ അദ്ദേഹം എന്തുകൊണ്ട് കീഴടങ്ങി? കാരണം തെരുവിൽ ജനം അദ്ദേഹത്തിനെതിരാണ് എന്ന് മനസ്സിലായി, അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഇഷ്ടമുണ്ടായിട്ട് ചെയ്തതല്ല ആ പ്രവൃത്തി, ജനങ്ങളുടെ പ്രഷർ സഹിക്കാതെ വന്നപ്പോൾ ചെയ്ത പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി അബദ്ധമായി പോയി എന്ന് പിന്നീട് എല്ലാവരും സമ്മതിക്കുന്നു. വാജ്പേയിയുടെ കൂട്ടരും സമ്മതിക്കുന്നു, എതിരാളികളും സമ്മതിക്കുന്നു. പക്ഷെ അന്ന് അങ്ങനെയായിരുന്നു ജനങ്ങളുടെ വികാരം. ഇപ്പൊ ജനവികാരം എന്ന് പറയുന്ന ഒരു സാധനം ഭരണാധികാരിക്ക് ശക്തി നൽകും, അയാളെ ദുർബലമാക്കും. ഇപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട്, ഞാൻ ന്യൂനപക്ഷം എന്നുള്ള ഓമന പേര് ഉപയോഗിക്കുന്നില്ല, ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ജനത ശക്തി പ്രകടനം നടത്തണം. അത് നരേന്ദ്രമോദിയുടെ കൈകളെ ശക്തിപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ മാത്രമേ അദ്ദേഹത്തിനും ശരി, നമുക്ക് ഏതായാലും ഇടപെട്ട് കളയാം, ജനത എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് തോന്നുള്ളൂ. ഇതൊക്കെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഡൈനമിക്സിൽ പെട്ടതാണ്. ഇത് മനസ്സിലാക്കില്ല. ഞങ്ങളൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമേ തെരുവിൽ ഇറങ്ങുള്ളൂ എന്ന് നിശ്ചയിച്ചാൽ എന്ത് ചെയ്യും?
ആ ഒരു അവസ്ഥയാണ് ഭാരതത്തിലുള്ളത്. റൈറ്റ്. പ്രൊഫസർ റോണി കെ ബേബി. മോഹൻദാസ് സാറിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ തെരുവിലിറങ്ങിയെങ്കിൽ മാത്രമേ നരേന്ദ്രമോദി സർക്കാർ ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങളുടെ, ഇനി അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹിന്ദുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങുകയുള്ളൂ എന്നൊക്കെ പറയാൻ നമ്മൾ അതൊക്കെ എത്ര അതിനെന്തിനാണ് ഒരു പരിഹാസം പ്രൊഫസർ റോണി കെ ബേബി? അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹിന്ദുക്കൾ, ഇത് തന്നെയാണ് ചോദിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹിന്ദുക്കൾ എന്നുകൊണ്ടങ്ങ് വിവക്ഷിച്ചത് എന്താണ്? അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അദ്ദേഹം എന്തോ ഒരു മോശം പറഞ്ഞെന്നാണോ? അങ്ങനെയല്ല അദ്ദേഹം ഞാൻ ഉപയോഗിച്ചത് അദ്ദേഹം ഇന്ത്യയിലെ ആളുകൾ മുഴുവൻ തെരുവിലിറങ്ങിയെങ്കിൽ മാത്രമേ മോദി സർക്കാർ ബംഗ്ലാദേശിലെ വിഷയത്തിൽ ഇടപെടുകയുള്ളൂ, അല്ലെ ആ ഒരു യുദ്ധത്തിന്റെ ആ ഒരു എക്സ്റ്റെന്റിലേക്ക് പോവുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഒരു വിയോജിപ്പാണ് ഞാൻ രേഖപ്പെടുത്തിയത്. പക്ഷെ ഇതിനകത്ത് രണ്ട് പരിമിതികൾ, നമ്മൾ യാഥാർത്ഥ്യത്തോടെ സംസാരിക്കണം. ഇന്ത്യ ഗവൺമെന്റിന് ബംഗ്ലാദേശിലെ സർക്കാരിനെ പിണക്കാൻ കഴിയില്ല. അതിന്റെ കാര്യം എന്താണെന്നറിയോ? ഈ ഗൗതം അദാനിയുടെ വലിയ ഒരു നിക്ഷേപം ഉള്ളത് എന്ന് പറയുന്നത് ബംഗ്ലാദേശിലാണ്. നിങ്ങൾ ഈ തന്നെ കുറെ വാർത്തകൾ ഒന്ന് കേട്ടിരുന്നു. അദാനിക്ക് കൊടുക്കാനുള്ള പണം, അദാനി അവിടേക്ക് ഇലക്ട്രിസിറ്റി കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പണം ബ്ലോക്ക് ചെയ്ത് ബംഗ്ലാദേശ് സർക്കാർ വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു വാർത്ത ചെയ്ത് പുറത്തു വന്നിരുന്നു. അപ്പൊ അവിടെ ഒരു വലിയ ഗവൺമെന്റിനുണ്ട്. ഞാനത് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മള് ബംഗ്ലാദേശ് സർക്കാരിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണക്കാൻ പോയി കഴിഞ്ഞാൽ, മോദി സർക്കാർ പിണക്കാൻ പോയി കഴിഞ്ഞാൽ അത് വല്ലാതെ പ്രതികൂലമായി ബാധിക്കാൻ പോകുന്നത് അദാനിയായിരിക്കും. അത് ഒന്ന്, അവിടെ ഗവൺമെന്റിന്റെ മുമ്പിലുള്ള പരിമിതി. രണ്ട്, മണിപ്പൂരിൽ നമുക്കറിയാം, മണിപ്പൂർ നമ്മൾ ഇന്നലെ തന്നെ ഞാൻ മണിപ്പൂരിൽ നിന്നുള്ള ഭാഷ മാറ്റി വയ്ക്കുന്നു. ഇന്നലെ തന്നെ ബിരൻ സിംഗ് അദ്ദേഹം പറഞ്ഞ വാക്കെന്ന മണിപ്പൂർ മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ വിമർശനം ഉണ്ടാക്കി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ക്രിസ്ത്യാനികൾ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങള്, മ്യാൻമർ, ബംഗ്ലാദേശ് ഇത്രയും ഭാഗം കൂട്ടിച്ചേർത്ത് ഒരു ഗ്രേറ്റർ ക്രിസ്ത്യൻ രാജ്യം രൂപീകരിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. ഇന്നലെ വന്ന സ്റ്റേറ്റ്മെന്റാ. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് അതാണ് പ്രശ്നം. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കും? നമ്മുടെ രാജ്യത്ത് തന്നെ മതനിരപേക്ഷതയ്ക്കെതിരെയുള്ള വിഷയം അങ്ങേലേക്ക് വരാം. കാര്യം ഇനി ഏതാനും നിമിഷങ്ങളെ ബാക്കിയുള്ളൂ. ശ്രീ ടി ജി മോഹൻദാസ്, ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അദാനിയുടെ അവിടുത്തെ നിക്ഷേപം നഷ്ടപ്പെടും, അങ്ങനെ പേടിച്ചിരിക്കുകയാണ് മോദി സർക്കാർ. അദാനിയുടെ ഫണ്ട് പിടിച്ചു വച്ചു ബംഗ്ലാദേശ് ഗവൺമെന്റ്, അതുകൊണ്ട് ഇടപെടാൻ മടിക്കുന്നു മോദി സർക്കാർ. കഷ്ടം തന്നെയാണല്ലേ സർ? ഈ അദാനിക്ക് ബംഗ്ലാദേശിൽ നിക്ഷേപമില്ല, പക്ഷേ അദാനിയുടെ പവറാണ്, അദാനിയുടെ പവർ കമ്പനി, അവരാണ് ബംഗ്ലാദേശിന്റെ മേജർ സപ്ലയേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ബംഗ്ലാദേശിൽ അട്ടിമറിയും ബഹളവും ആയി കഴിഞ്ഞപ്പോൾ ബംഗ്ലാദേശിന്റെ കയ്യിൽ കാശില്ല കൊടുക്കാൻ. അദാനി പവർ സപ്ലൈ നിർത്തിവെക്കും എന്ന് പറഞ്ഞു. ബംഗ്ലാദേശ് പറഞ്ഞു നിർത്തിവെക്കരുത്, ഞങ്ങളിൽ കാശില്ലാഞ്ഞിട്ടാണ്. 75% ഇപ്പോഴും കുറച്ചിട്ടുണ്ട്. 25% ഇലക്ട്രിസിറ്റി കൊടുക്കുന്നുണ്ട്. പ്ലസ് ബംഗ്ലാദേശിന്റെ സ്വന്തമായ ഇലക്ട്രിസിറ്റി, ഇതുമൊക്കെ ആയിട്ടാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ജീവിക്കുന്നത്. ബംഗ്ലാദേശിൽ ഭയങ്കരമായ വൈദ്യുതി ക്ഷാമമുണ്ട്. ഇത് നിക്ഷേപമൊന്നുമല്ല. ഇലക്ട്രിക് ഗ്രിഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എവറിവെയർ ഇറ്റ് ഈസ് ഇന്റർ കണക്റ്റഡ്. രാജ്യങ്ങൾ തമ്മിൽ ഇന്റർനെറ്റ് പോലെയാണ് ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ. നമുക്ക് പവർ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നോ പവർ വാങ്ങും. അവർക്ക് കുറവ് വന്നാൽ നമ്മുടെ നിന്ന് വാങ്ങും. പക്ഷേ പൈസ, ഈക്വലന്റ് ആയിട്ടുള്ള പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് കൊടുക്കാൻ ബംഗ്ലാദേശിന് സാധിക്കുന്നില്ല. അപ്പൊ പവർ കമ്പനി എന്ത് ചെയ്യും? പവർ കമ്പനിക്ക് കാശില്ലാതെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ കുടിശ്ശിക കയറി വന്നു കഴിഞ്ഞപ്പോൾ പവർ കമ്പനി പറഞ്ഞു ഞങ്ങളിത് നിർത്തും എന്ന് പറഞ്ഞു. നിർത്തല്ലേ ചേട്ടാ, 25% എങ്കിലും തരണം എന്ന് പറഞ്ഞു. 25% ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊരു കൊമേഴ്ഷ്യൽ ഓപ്പറേഷനാണ്. ഇതൊന്നും അല്ല പ്രശ്നം. ഈ പറഞ്ഞ കാര്യം സത്യവുമാണ്. അതിപ്പോഴില്ല, പണ്ട് മുതൽ നമ്മളുടെ വിഭജനം നടന്ന കാലത്ത് തന്നെയുള്ളതാണ്. ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് വേണം എന്നുള്ള ആശയം. അതൊരു യൂറോപ്യൻ ആശയമാണ്. അതായത് ചിറ്റഗോങ് മേഖല, പിന്നെ മിസോറാം, മണിപ്പൂർ, ബംഗ്ലാദേശ്, ഇതെല്ലാം അടങ്ങുന്ന ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ്. അത് ആയില്ല. അത് ആവാനുള്ള ഒരു ശ്രമമായിരുന്നു ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അട്ടിമറി. അതിനാണ് അമേരിക്ക സെന്റ് മാർട്ടിൻ ഐലൻഡ് ചോദിച്ചത്. ഡീഗോ ഗാർഷ്യ കഴിഞ്ഞ് വടക്കോട്ട് അമേരിക്കയ്ക്ക് ഒരു ബേസ് ഇല്ല. എന്തിനാണ് അമേരിക്കയ്ക്ക് ബേസ്? അമേരിക്ക ലോകത്തെ ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തിയാണ്. ലോകം നമ്പർ 1 ആണ്. എല്ലാ സ്ഥലത്തും എനിക്ക് എൻ്റെ ആൾക്കാരോ കപ്പൽപ്പടയോ താവളങ്ങളോ വേണം എന്നവർ ആഗ്രഹിക്കുന്നു.
ഈ താവളങ്ങൾ ഈ ഏരിയയിൽ ഇല്ല. ഡിഗോ ഗർഷിക്ക് വടക്കോട്ട് ഇന്ത്യ, മ്യാൻമർ, ബംഗ്ലാദേശ്, ചൈന, ജപ്പാൻ, ഈ ഭാഗത്തേക്ക് അമേരിക്കയ്ക്ക് ഒരു താവളമില്ല. ജപ്പാൻ ബേസിക്കലി അമേരിക്കയുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു രാജ്യമാണ്, പക്ഷെ താവളമില്ല. ഈ താവളത്തിന് വേണ്ടിയിട്ടാണ് അമേരിക്ക സെന്റ് മാർട്ടിൻ ഐലൻഡ് ചോദിച്ചതും ഷെയ്ഖ് ഹസീന കൊടുക്കില്ല എന്ന് പറഞ്ഞതും ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി അവരെ അട്ടിമറിച്ചത്. വാസ്തവത്തിൽ ഇല്ലാത്ത പ്രശ്നം തന്നെയായിരുന്നു അത്. 71 ആൾക്കാർക്ക് സംവരണം കൊടുക്കുന്നത്, ആ സംവരണം നിർത്തിവെച്ച ആളാണ് ഷെയ്ഖ് ഹസീന. എന്നിട്ടും അവരാണത് കൊടുക്കുന്നത് എന്നുള്ള മട്ടിൽ സമരം ചെയ്യുക, അവരെ പുറത്താക്കുകയും ചെയ്തു. വാർ ഓഫ് നരേറ്റീവ്സ് അങ്ങനെയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്. CAA സമരത്തിലും അങ്ങനെയായിരുന്നു. പൗരത്വം കൊടുക്കാൻ പോകുന്ന സമരം പൗരത്വം എടുക്കാൻ പോകുന്ന സമരമായിട്ട് മാറ്റിയിട്ട് വൻ ബഹളം വെച്ചു. ഇതൊക്കെ നരേറ്റീവ്സിന്റെ കളിയാണ്, ഞാനത് മനസ്സിലാക്കുന്നു. ബട്ട് യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. ഈ ഒരു യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിൽ പട്ടാളക്കാർ പോയി വെടിവെക്കുന്നത് മാത്രമല്ല യുദ്ധം. പല രീതിയിലുള്ള യുദ്ധങ്ങളുണ്ട്. അതിപ്പോൾ സമയപരിധി കൊണ്ട് അതിൻ്റെ ടെക്നിക്സ് ഒക്കെ നമുക്ക് അതൊരു പക്ഷേ പട്ടാളക്കാർക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് പറയാൻ പറ്റും. ബേസിക്കലി ഞാൻ പറയുന്നത് ഈ ക്ലാഷിൽ ഒരു വെറും കാഴ്ചക്കാരനായിട്ട് ഇന്ത്യക്ക് നിൽക്കാൻ പറ്റില്ല. ഭരണകൂടങ്ങളെ ഫോഴ്സ് ചെയ്യാൻ ജനങ്ങളും രംഗത്ത് എങ്കിലേ ഭരണകൂടം ഇറങ്ങുള്ളൂ എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. പക്ഷേ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഭരണാധികാരിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യമുണ്ടാകും. എതിർത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യൻ വീക്കാവുകയും ചെയ്യും. നരേന്ദ്രമോദി ദൈവം തമ്പുരാനൊന്നുമല്ല, അദ്ദേഹം സാധാരണ മനുഷ്യനാണ്. സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം, എതിർക്കേണ്ട സമയത്ത് എതിർക്കണം. വളരെയധികം നന്ദി ശ്രീ മോഹൻദാസ്. സമയം കഴിഞ്ഞിരിക്കുന്നു, ഉച്ചവാർത്തയുടെ സമയം അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം ഇന്നത്തെ സൺഡേ ഡിബേറ്റ് ഇവിടെ നിർത്തുകയാണ്. ശ്രീ മോഹൻദാസ് തുറന്നു വച്ചത് മറ്റൊരു ചാപ്റ്ററാണ്. പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞ നരേറ്റീവിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നുള്ളതാണ്. ആ ചർച്ച, ആ ഡയലോഗ്, ആ കോൺവെർസേഷൻ തുടരും എന്നുള്ള ഉറപ്പ് പ്രേക്ഷകർക്ക് നൽകുന്നു. വളരെയധികം നന്ദി ശ്രീ സുരേഷ് ബാബു, പ്രൊഫസർ റോണി കെ ബേബി, ശ്രീ TG മോഹൻദാസ്. നമസ്കാരം.